എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ കാസിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ഇത് ശരിക്കും കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വളരെ മാസീവായിട്ടുള്ള ഒരു മുനമ്പിൻ്റെ മുകളിലാണ് ഈ കാസിലുള്ളത്. അപ്പം സ്കാർബ്രോ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ BC കാലഘട്ടത്തിലൊക്കെ ഇവിടെ ആളുകളുണ്ടായിരുന്നു എന്നുള്ളതിന് എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പല അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഹിസ്റ്റോറിയൻസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ സ്കാർബ്രോ അതിലെ കാസിൽ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ കാസിൽ ആ ഒരു കുന്നിൻ്റെ മുകളിൽ കയറാമെന്ന് വിചാരിച്ചത് തന്നെ അതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള ആ ഒരു സീ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അത് മാസീവായിട്ടുള്ള കാസിലിൻ്റെ റിമെയിൻസ് ആണുള്ളത് അവിടെ, അതിൻ്റെ വോൾസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞങ്ങൾ കാസിലിൻ്റെ ഉള്ളിൽ കയറി കാണാമെന്നുള്ള പ്ലാൻ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു പ്ലാനിലേക്കായിരുന്നു. കണ്ടില്ലേ, ഇവിടെ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ മോളിൽ കയറിയിട്ടുള്ള സീ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാസലിൻ്റെ എൻട്രൻസ് ആണ്, അതിൻ്റെ ഹ്യൂജ് ടവറാണ് അവിടെ കാണുന്നത്. പിന്നെ മറ്റ് പോർഷൻസ് എല്ലാം അവിടെ കാണാം നമുക്ക്. അപ്പോൾ കാസലിനും അതിൻ്റെ ചുറ്റുവട്ടവും കാര്യങ്ങളൊക്കെയുള്ള കാഴ്ചകളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കാസലിന് പറഞ്ഞ പോലെ തന്നെ കാസലിനുള്ളിൽ കയറുന്നതിന് പകരം ഞങ്ങൾ അവിടെ വേറൊരു വഴി കണ്ടു, ഒരു ചെറിയ വഴി. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് പ്രത്യേകം പ്ലാൻ ചെയ്ത് പണിതിട്ടുള്ള വഴിയല്ല. അപ്പോൾ അതിലെ നടക്കുമ്പം സൂക്ഷിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു കുഞ്ഞു വഴി. അപ്പോൾ അതിലെ ഒന്ന് പോയി നോക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അതിൽ പോയി നോക്കാമെന്ന് വിചാരിക്കാനുള്ള കാരണം അതിലെ മറ്റാളുകൾ പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ വഴിയൊന്ന് പോകാനുള്ള പ്ലാൻ ഇട്ടത്. അപ്പോൾ ഇതാണ് ആ ചെറിയ വഴി. അത് കാടൊക്കെ കയറി കിടക്കുന്ന ഒരു വഴിയാണ് കേട്ടോ. പ്രോപ്പറായിട്ട് വെട്ടിത്തെളിച്ച് നീറ്റാക്കി ഇട്ടിരിക്കുന്ന ഇതല്ല. ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടി നടക്കുന്ന ഫീലാണ് അതിലെ നടക്കുമ്പോൾ കിട്ടുക. പിന്നെ അത് മാത്രമല്ല, കുട്ടികളായിട്ട് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലെ നടക്കുമ്പോൾ. കാരണം ഈ വഴീൻ്റെ തൊട്ട് റൈറ്റ് എന്ന് പറയുന്ന ഒന്ന് സ്ലിപ്പായാൽ താഴേക്ക് വീണു പോവും. സ്ലോപ്പാണ് താഴേക്ക്. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആദ്യം ഇങ്ങനെ തുടങ്ങിയപ്പം പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു ചെറിയ വഴി കൂടെ ഞങ്ങൾ വളരെ ഈസി ആയിട്ട് അങ്ങനെ പോയി. പിന്നെ അത് കുറച്ച് ചെന്നപ്പോഴേക്കും ഒരു ട്രക്കിംഗ് ഇഫക്റ്റ്, ഒരു ചെറിയ രീതിയിലുള്ള ട്രെക്കിംഗ് ഒക്കെ പോലെയുള്ളൊരു എഫക്റ്റാണ് പിന്നീട് കിട്ടിയത്. കണ്ടോ, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത്ര തന്നെ വഴിയില്ല എന്നുള്ള രീതിയിലേക്ക് ആയി. ശരിക്കും പറഞ്ഞാൽ അത് ആ കാസിലിൻ്റെ വോളിൻ്റെ സൈഡിൽ കൂടെ ബാക്കിലൂടെ ഉള്ളൊരു വഴിയാണ്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഫുള്ള് പുല്ലും കാടും ഒക്കെ കയറിയിട്ട് നടക്കാൻ ശരിക്കും വഴിയില്ല പ്രോപ്പറായിട്ട്. പിന്നെ താഴേക്ക് ഗർത്തമാണ്. അപ്പം സൂക്ഷിച്ചൊക്കെ നടക്കണം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു പോയാലോ, കാരണം വഴിയൊന്നും മര്യാദയ്ക്ക് കാണുന്നില്ല. ഇത് നമുക്ക് എവിടേക്കാണ് എത്തിച്ചേരുന്നതെന്നും നമുക്കറിയില്ല. നമ്മൾ അങ്ങ് പോവാന്നേ ഉള്ളൂ. മുന്നിൽ നേരത്തെ പോയവരൊന്നും കാണാനുമില്ല. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഒരു കപ്പിളിങ്ങനെ വരുന്നുണ്ടായിരുന്നു, കുറച്ച് എൽഡർലി ആയിട്ടുള്ള കപ്പിള്. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ്, അത് കുറച്ച് സ്റ്റീപ്പാണ്, സൂക്ഷിച്ചിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും ഇവിടെ വരെ എത്തിയതല്ലേ, ഫുള്ള് അതിലെ തന്നെ കറങ്ങാമെന്ന് വിചാരിച്ചു. അതിലെ തന്നെ സ്ട്രെയിറ്റ് ആ വഴി തന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ഇറങ്ങുമ്പം നെയ്ത്തിൻ്റെ കൈ പിടിച്ചിട്ടൊക്കെ സൂക്ഷിച്ചിട്ടൊക്കെയാണ് ഇറക്കുന്നത്. ഇത് കുറച്ച് കഷ്ടപ്പെട്ടൊക്കെയാണ് നടന്നിരുന്നെങ്കിലും നെയ്ത്തിനത് ഭയങ്കരമായിട്ട് ഈ ഒരു നടത്തം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, കയറിയതും ഇറങ്ങിയതും എല്ലാം. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളും ഹാപ്പി ആയിരുന്നു.
നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് സൈഡിൽ കൂടി വേറെ ഒരു ഇടുങ്ങിയ വഴി കണ്ടു മുകളിലേക്ക്. താഴേക്ക് വേറെ ഇറങ്ങാനുള്ള വഴിയുണ്ട്, ഇതേപോലെ മുകളിലേക്കൊരു വഴി കണ്ടു. അപ്പം എച്ചാനും ക്രിസ്റ്റീൻ പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല. അപ്പം ഞാനും നെയ്തനും കൂടി പതുക്കെ ഈ സ്റ്റെപ്പ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഇത് എവിടേക്ക് പോണേന്ന് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത് പറഞ്ഞ പോലെ കാടും ഒക്കെ കയറി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിലേ ഞങ്ങൾ പതുക്കെ മുകളിലേക്ക് കയറി നോക്കാം കേട്ടോ. ആ സ്റ്റെപ്പ് കയറി എത്തിയത് ഒരു ചെറിയൊരു ഡോറ് ആണ് കേട്ടോ. അവിടെ കാസിലിൽ നിന്നിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള ബാക്ക് സൈഡിൽ കൂടെയുള്ള ഒരു ചെറിയ വഴിയാണ്. അപ്പം ഇനി എന്തായാലും മുന്നോട്ട് നമുക്ക് വേറെ വഴി ഓപ്പൺ അല്ലാത്ത കാരണം ഞങ്ങൾ ആ സ്റ്റെപ്സ് തിരിച്ചിറക്കാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ ഈ കാണുന്നതൊക്കെ ആ കാസിലിന് ചുറ്റുമുള്ള വോളാണ്, ഹ്യൂജായിട്ടുള്ള വോൾസാണ്, പ്രൊട്ടക്റ്റീവ് വോൾസ്. അപ്പം അത് ഞങ്ങൾ വീണ്ടും തിരിച്ചിറങ്ങുകയാണ്. ഞാൻ നെയ്തനും കൂടി തലകുത്തി മറിഞ്ഞു വീഴുന്നുണ്ടോയെന്ന് കേട്ടോ രണ്ടുപേരും കൂടി നോക്കി നിൽക്കുന്നത്. പിന്നെ ഈ വോൾസ് എന്നൊക്കെ പറയുന്നത് ഹ്യൂജ് ആണല്ലോ, അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഹോൾസ് കൊടുത്തിട്ടുണ്ട് പുറത്തേക്കുള്ള വ്യൂ പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടി. അതായത് അന്നത്തെ കാലത്ത് ആവശ്യത്തിനനുസരിച്ച്. ഇപ്പം അതൊക്കെ കാട് കയറി കിടക്കുകയാണ്, ഇപ്പോൾ വ്യൂവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത് പണ്ട് ലോങ് ഡിസ്റ്റൻസ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ഹോൾസാണ് വോളിലുള്ള. പിന്നെ ഞങ്ങൾ പ്രോപ്പറായിട്ടുള്ള വഴിയിലേക്ക് എത്തി, സ്റ്റെപ്സ് ഇറങ്ങി പോവാണ്. ഏകദേശം ഒരു ഹാഫ് വേ എത്തി കേട്ടോ. ഇറങ്ങിയിട്ട് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. കണ്ണെത്താത്ത ദൂരത്തോളം കടൽ മാത്രം ഈ മതിലിനപ്പുറത്തേക്ക്. അതൊരു പ്രത്യേക കാഴ്ച തന്നെയായിരുന്നു, ബ്യൂട്ടിഫുൾ. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി. താഴെ എത്തിയപ്പോൾ അവിടെ നോർത്ത് ബേയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു സൗത്ത് ബേ എന്തായാലും കണ്ടു, നോർത്ത് ബേ അടുത്താണെങ്കിൽ ഒന്ന് നടന്ന് നോക്കാം, നോർത്ത് ബേയും കൂടെ കണ്ടിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതാണ് സ്കാർബ്രോ മറൈൻ ഡ്രൈവ്. അതായത് ഈ കാസിലിനെ ചുറ്റി സൗത്ത് ബേ ടു നോർത്ത് ബേ ഉള്ളൊരു ഡ്രൈവ്, അതാണ് സ്കാർബ്രോ മറൈൻ ഡ്രൈവ്. അപ്പോൾ അതിലെ ഞങ്ങൾ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു നോക്കുകയാണ് കേട്ടോ. നല്ല കാറ്റായിരുന്നു, ഭയങ്കര കാറ്റും തണുപ്പുമായിരുന്നു.
കുറച്ച് ദൂരം ഞങ്ങൾ നടന്നിട്ടും ഇത് നോർത്ത് ബേ ഒന്നും എത്തുന്നത് കാണാനില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ മാപ്പിൽ നോക്കിയപ്പം ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സ് നടക്കണം, എന്നാലേ നോർത്ത് ബേ എത്തുള്ളൂ. അപ്പം നമുക്ക് ഓൾറെഡി ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ നെയ്തന് കുറച്ച് നേരം കൂടി അവിടെ എന്താ പറയുക സാൻഡിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ നോർത്ത് ബേ പോകാനുള്ള പ്ലാൻ അത് വേണ്ടാന്ന് വെച്ചു. തിരിച്ച് സൗത്ത് ബേയിലേക്ക് തന്നെ പോവാം, ബീച്ചിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഇതാ ക്യാസിലിരിക്കുന്ന ആ ഹ്യൂജ് ആ ഒരു വലിയ കുന്നാണ്. അതിൻ്റെ സൈഡിൽ നോക്കിയ ഫുൾ സീഗൾസ് അതിൻ്റെ കൂടുവാണ് കേട്ടോ, നിറയെ ഉണ്ട്. അങ്ങനെ വീണ്ടും സൗത്ത് ബേയിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ ഇവിടെ നോക്ക്, നമ്മൾ രാവിലെ വന്നപ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ബീച്ചിൽ. ഇപ്പം ബീച്ച് നിറയെ ആളാണ്, എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഈ ബീച്ചിൻ്റെ ഭാഗത്ത് ഡോഗ്സ് അലൗഡ് അല്ല, അപ്പോൾ അതവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. കണ്ടോ, എല്ലാ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് നല്ല വൈബിലാണ്. എല്ലാവരും സാൻഡിൽ ക്യാസിലുണ്ടാക്കി കളിക്കുക. അപ്പം നെയ്തനും അവിടുന്ന് അവന് ക്യാസിലുണ്ടാക്കി കളിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തന്നെ വാങ്ങാൻ കിട്ടും. അപ്പം ക്യാസിൽ ഷേപ്പിലുള്ള ബക്കറ്റും സംഭവം ഒക്കെ വാങ്ങി കൊടുത്തു. അപ്പോൾ അവനവിടെ ഇരുന്ന് കുറേ നേരം കളിച്ചു. അങ്ങനെ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസത്തിന് ശേഷം സ്കാർബ്രോ ബീച്ചിനോടും അതിൻ്റെ തിരകളോടും ഒക്കെ യാത്ര പറഞ്ഞ് മടങ്ങി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.